ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെയും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരുടെ ഉദ്ഗ്രഥനം എന്ന പരീക്ഷ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് പരീക്ഷയിലോട്ട് പോയാലോ. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് ഇൻറ്റഗ്രേഷൻ എന്നായിരിക്കും ഈ ഒരു എക്സാമിൻ്റെ പേരുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഇതിൽ മലയാളത്തിലെയും അതുപോലെ തന്നെ പരിസര പഠനത്തിലെയും ചോദ്യങ്ങളാണ്. നമുക്കത് രണ്ടും കൂടി ഒരു ടെക്സ്റ്റ് ബുക്കായിട്ടാണ് ഉള്ളതല്ലേ. കേരള പാഠാവലി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് ഉദ്ഗ്രഥനത്തിൽ മക്കൾക്ക് ചോദിക്കേണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ നിങ്ങളുടെ പേര്, കുട്ടിയുടെ പേര് എന്ന സ്ഥലത്ത് ഇവിടെ മക്കളുടെ പേര് എഴുതണം, വിദ്യാലയത്തിൻ്റെ പേര്, അവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതണം, പിന്നെ ഡിവിഷൻ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരൂ കേട്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, വേഗം നമ്മുടെ പ്രവർത്തനത്തിലോട്ട് പോവാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. അതോടൊപ്പം തന്നെ എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ വീഡിയോസും ലൈവ് ക്ലാസ്സസും ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ 1ാം ദിന ചോദ്യങ്ങൾ പരിചയപ്പെടാം. നോക്കിക്കേ, ഹായ് പട്ടം, നിറം നൽകൂ. അവിടെ മക്കൾക്ക് മനോഹരമായിട്ടുള്ള ചിത്രം തന്നിട്ടുണ്ടല്ലേ. എന്തിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്? പട്ടത്തിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ആ പട്ടത്തിന് മക്കൾ എന്ത് ചെയ്യണം? യോജിച്ച രീതിയിൽ നിറം നൽകണം കേട്ടോ. പട്ടത്തിന് ചുറ്റും കുറേ മേഘങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെല്ലാം നിറം നൽകാനായിട്ട് മക്കൾ മറക്കരുത്. അപ്പം ഇത്തരത്തിൽ നിറം നൽകാനായിട്ടുള്ളൊരു പ്രവർത്തനം നിങ്ങൾക്കുണ്ടായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളുടെ എക്സാമിന് കളർ പെൻസിൽ കയ്യിൽ കരുതുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. തന തന താന. വായിക്കാം, വരച്ചു ചേർക്കാം. നോക്കിക്കേ മക്കളെ, പട്ടം പറന്നു, പാട്ടുപാടി, ലാ ലാ ലാ, പറവ പറന്നു, പറവ പാടി, തന തന താന, മഴ വന്നു, മഴ പാടി, ചറപറ ചറപറ. അപ്പോൾ ഇതാണ് നമുക്കവിടെ വായിക്കാനായിട്ട് തന്നിട്ടുള്ളത് അല്ലേ. ഇനി മക്കളത് പറഞ്ഞത് എന്താ നോക്കിക്കേ, വരച്ച് യോജിപ്പിക്കൂ. അവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു സൈഡിൽ പറവയുടെ ചിത്രവും മഴയുടെ ചിത്രവും പട്ടത്തിൻ്റെ ചിത്രവും തന്നിട്ടുണ്ട് അല്ലേ. അടുത്ത സൈഡിൽ എന്താ തന്നത്? ലാ ലാ ലാ, തന തന താന, ചറപറ ചറപറ. അപ്പം നോക്കിക്കാം മക്കളെ, ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആരൊക്കെയാണ് ഈ തന്നിട്ടുള്ള കാര്യങ്ങൾ പാടിയത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ആ ചിത്രവുമായി യോജിപ്പിക്കാനാണ്. അപ്പം നമുക്ക് മുകളിൽ വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു ഭാഗത്ത് കൃത്യമായി തന്നിട്ടുണ്ടല്ലേ. എന്താണ്? പട്ടം പറന്നു, പട്ടം പാടി, ലാ ലാ ലാ. അപ്പം നമ്മൾ പട്ടത്തെയാണ് എവിടേക്ക് വരയ്ക്കേണ്ടത്? ലാ 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 എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് വരയ്ക്കേണ്ടത്. അടുത്തത് നോക്കിക്കേ, പിന്നെന്താണ്? പറവ പറന്നു, പറവ പാടി, തന തന താന. അപ്പോൾ ആരാണ് തന തന താന എന്ന് പാടിയത്? ആ പറവയാണ് അല്ലേ. അപ്പോൾ പറവയെ വേണം മക്കൾ ഇവിടേക്ക് വരച്ചു ചേർക്കാൻ. അടുത്തത് നോക്കൂ, മഴ വന്നു, മഴ പാടി, ചറപറ ചറപറ. ആരാണ് ചറപറ എന്ന് പാടിയത്? മഴയാണ് അല്ലേ. അപ്പം മഴയെ വേണം ഈ ചറപറ ചറപറ എന്ന് പറയുന്നതിലേക്ക് വരച്ചു ചേർക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമല്ലേ. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മുഴുവൻ മാർക്ക് മേടിക്കാനായിട്ട് പറ്റൂലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അതെന്താന്ന് പറയുന്നതിന് മുന്നേയായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നോക്കിക്കേ മക്കളെ, പട്ടം കണ്ട കാഴ്ചകൾ വരയ്ക്കൂ, നിറം നൽകൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, പട്ടം കണ്ടിട്ടുള്ള കാഴ്ചകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പട്ടം എന്തൊക്കെ കാഴ്ചകളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്? പട്ടം വീട് കണ്ടു, വണ്ടി കണ്ടു, കാട് കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു അല്ലേ. ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ പട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മക്കൾ എന്ത് ചെയ്യണം? പട്ടം കണ്ടിട്ടുള്ള ഏതെങ്കിലും കുറച്ച് കാഴ്ചകളുടെ ചിത്രങ്ങളൊക്കെ അവിടെ വരയ്ക്കണം കേട്ടോ. അപ്പോൾ വീട് കണ്ടു എന്ന് നമുക്കറിയാം. അപ്പോൾ മക്കൾ എന്ത് ചെയ്താൽ മതി? ഒരു വീടിൻ്റെ ചിത്രം വരയ്ക്കുക. അതുപോലെ തന്നെ പുഴ കണ്ടിട്ടില്ലേ, പുഴയുടെ ചിത്രം വരയ്ക്കുക. മരങ്ങൾ കണ്ടിട്ടില്ലേ, അത് വരയ്ക്കാം. അപ്പോൾ പട്ടം കണ്ടിട്ടുള്ള എന്ത് കാഴ്ചകളും മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇവിടെ ഈ തന്നിട്ടുള്ള സ്ഥലത്ത് വരയ്ക്കാവുന്നതാണ് കേട്ടോ.
ഓക്കെ മക്കളെ, എന്നിട്ട് വരച്ചതിന് ശേഷം അതിന് യോജിച്ച രീതിയിലുള്ള നിറവും മക്കൾ നൽകാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ കളർ പെൻസിൽ നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം എന്നുള്ളത്. ഇപ്പം നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലും കളർ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും കൊണ്ടുപോവാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. പൂവും പട്ടവും പറയാം എഴുതാം. നോക്കിക്കേ മക്കളെ, അവിടെ ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? നമ്മുടെ പൂവുണ്ട് അല്ലേ, നമ്മുടെ കുഞ്ഞിച്ചെടിയിലുണ്ടായിട്ടുള്ള പൂവുണ്ട്. അതുപോലെ ആരുണ്ട്? നമ്മുടെ പട്ടവുമുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ചെടിയുമുണ്ട് പട്ടവുമുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പൂർത്തീകരിച്ച് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മുടെ പട്ടം വന്നിട്ട് നമ്മുടെ കുഞ്ഞിച്ചെടിയെ കണ്ടപ്പോൾ അവളോട് ചോദിച്ചു. എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നീ എന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നീ ആരാ എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ലേ. നീ ആരാ എന്നതായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ. നീ ആരാ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചെടി അല്ലെങ്കിൽ നമ്മുടെ പൂവ് തിരിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ആരാ നീ എന്ന് ചോദിച്ചിട്ടുണ്ടാവൂലേ. എന്താ ചോദിച്ചിട്ടുണ്ടാവുക? ആരാ നീ അല്ലേ. ആരാ നീ എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ പട്ടം എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കും? എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ പട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ. കുഞ്ഞിച്ചെടി അതുപോലെ തന്നെ പട്ടത്തോട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഞാൻ ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ. അപ്പം നിങ്ങൾ കുഞ്ഞിച്ചെടിയുടെ നേരെ ഞാൻ എന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചേർക്കണം? ചെടി എന്ന് ചേർക്കണം. പട്ടം അതുപോലെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഞാൻ പട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ. അപ്പോൾ അതും മക്കൾ എന്ത് ചെയ്യണം? അവിടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലാണ് അവിടെ അവർ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ മക്കൾ കൂട്ടിച്ചേർത്ത് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ ആരാ എന്ന് എഴുതാനും നീ എന്ന് എഴുതാനും അതുപോലെ തന്നെ അത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് പഠിക്കണം കേട്ടോ. നമ്മളവിടെ കുഞ്ഞിച്ചെടിയുടെ പാഠഭാഗത്ത് നമ്മൾ അത്, ആരാ, നീ, പിന്നെ ഞാൻ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാക്കുകൾ പരിചയപ്പെട്ടിട്ടില്ലേ. അപ്പോൾ ആ വാക്കുകളൊക്കെ മക്കൾ എഴുതി പഠിക്കണം. നമുക്ക് ഇത്തരത്തിൽ പൂരിപ്പിച്ച് എഴുതാനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റിയോ? ഓക്കെ, എങ്കിൽ നമുക്ക് മറ്റൊരു പ്രവർത്തനം കൂടി നോക്കാം അല്ലേ. പൂവും കൂട്ടുകാരും. പൂവിൻ്റെ കൂട്ടുകാരെ കണ്ടെത്തി വരച്ച് ചേർക്കൂ. ഇവിടെ നോക്കിക്കേ മക്കളെ, നമുക്കവിടെ ഒരു പൂവിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. അടുത്ത് വേറെ കുറേ ആളുകളുടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. പൂമ്പാറ്റ, താറാവ്, അതുപോലെ തന്നെ തേൻകുരുവി, കോഴി എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകളുടെ ചിത്രവും തന്നിട്ടുണ്ട് അല്ലേ. അപ്പം പറഞ്ഞത് എന്താണ്? പൂവിൻ്റെ കൂട്ടുകാരെ കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണ് പൂവിൻ്റെ കൂട്ടുകാർ? ആരൊക്കെയാണ്? പൂമ്പാറ്റ പൂവിൻ്റെ കൂട്ടുകാരാണോ? ആണോ? അതേ അല്ലേ. അതുപോലെ തന്നെ തേനീച്ച പൂവിൻ്റെ കൂട്ടുകാരാണോ? ആണ് അല്ലേ. പിന്നെയോ തുമ്പി പൂവിൻ്റെ കൂട്ടുകാരാണ്. അതുപോലത്തെ തേൻകുരുവി പൂവിൻ്റെ കൂട്ടുകാരാണോ? അല്ലേ. അവൾ തേൻ കുടിക്കാനായിട്ട് പൂവിലോട്ടാണ് വരുന്നത്. പിന്നെ ഇതാരാണ്? ഒരു തരത്തിലുള്ള വണ്ടാണല്ലേ. അതും പൂവിൻ്റെ കൂട്ടുകാരാണ്. അപ്പം മക്കൾ എന്ത് ചെയ്യണം? ഇതുപോലെ വേണം വരച്ച് ചേർക്കാനായിട്ട്. ഇവിടെ ആരൊക്കെയാണ് പൂവിൻ്റെ കൂട്ടുകാരല്ലാത്തത്? കോഴിയുണ്ട്, അതുപോലെ തന്നെ താറാവുണ്ട് അല്ലേ. ഇവർ രണ്ടുപേരും പൂവിൻ്റെ കൂട്ടുകാരാണോ? അല്ല അല്ലേ. ബാക്കിയുള്ള ആളുകളാണ് പൂവിൻ്റെ കൂട്ടുകാരായിട്ട് വരുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാർക്കുള്ള ചോദ്യങ്ങൾ. ബാക്കി ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ മക്കളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.